ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കറുത്ത ദിവസം കൂടെ നൽകിയിരിക്കെ ദൈവം ആണ്ടവരെ നമുക്ക് സ്തുതിപ്പാൻ തക്കോണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയത്തിനായി സ്തോത്രം പണിയിടാൻ. നമ്മൾ എപ്പിസോഡ് 81 നമ്മൾ പഠിച്ചിടുകയാണ്. എപ്പിസോഡ് 81 ഫിലിപ്പിയ ലേഖനം 1:1 താൻ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വാസിച്ചാച്ച് അതിൽ നമ്മൾ ഇங்கே രണ്ട് പേര് രണ്ട് പേര് നമ്മൾ പാത്താച്ചേ. ഒന്ന് പൗലോസും പോൾ, അല്ലെങ്കിൽ രണ്ടാമത്തെ തിമോത്തി. രണ്ട് പേരുടെ പേര് താൻ അങ്ങ് നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ പോളിനെ പറ്റി നമ്മൾ വിസാരിച്ചാച്ചേ. പോളിനെ പറ്റി ரொம்ப കാര്യം சொல்லுவாനിരിക്കെ അത് എനിക്ക് ഇங்கே ടൈം கிடைக்காது. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ ഒന്നുമേ ഞാനിപ്പം പേശാതെ ഞാനിപ്പം പേശുന്ന തിമോത്തിയസിനെ പറ്റി ഇங்கே ഞാൻ சொல்லுவா. ഇங்கே என்ன இங்கே எழுதியிருக்கிறது, Paul and Timotheus, the servant of Jesus Christ, to all the saints in Christ Jesus which are at Philippi with the bishops and deacons. ഇங்கே നമ്മൾ വാസിക്കുന്നത് ഇங்கே പൗലും തിമോത്തിയോസും കൂടെ അവര് സഭകൾക്ക് വന്ദനം ചൊല്ലുകയാണ്. തിമോത്തിയോസ് അവര് രണ്ടുപേരെ പറ്റിയും പൗൽ എന്നാ ചൊല്ലുന്നത്, അവർ രണ്ടുപേരും ദൈവത്തിന്റെ ദാസന്മാരായ പൗലും തിമോത്തിയും ഇங்கே പേശത്. ഇங்கே നമുക്ക് ഒന്ന് തിമോത്തിയെ പറ്റി നമുക്ക് கொஞ்சம் പഠിച്ചിടാം. ഇங்கே എന്നാ சொல்லுது, തിമോത്തി അവന് ലൂസ്ര എന്ന ദേശത്തില് അവന് വാസിയായിരുന്നു. അല്ലെങ്കിൽ ലൂസ്ര, ആ ലൂസ്ര ദേശത്തില് അവന്റെ അമ്മയുടെ പേര് ഇങ്ങനെ കൊടുത്തിരിക്കുക. അവന്റെ അമ്മ യഹൂദ സ്ത്രീ. അവള് യഹൂദ സ്ത്രീയായിരുന്നു. യഹൂദ സ്ത്രീ എന്ന് വെച്ചാൽ ഇസ്രായേലി മക്കളിൽ പെട്ട യഹൂദ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു തിമോത്തിയോസിന്റെ അമ്മ. അപ്പം അത് മറ്റുമല്ല, അവന്റെ അപ്പ ആരെന്ന് ചൊല്ലിയാൽ അവൻ യവനൻ, അതായത് അവൻ ഗ്രീസുകാരൻ, ഗ്രീക്ക് നാട്ടുകാരൻ. അല്ലെങ്കിൽ അവന് യഹൂദനല്ല, അവൻ ഗ്രീക്കുകാരൻ താൻ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പടി വേണമെങ്കിൽ ചൊല്ലിടാം, അവന് അന്യജാതിക്കാരൻ എന്ന് വേണമെങ്കിൽ ചൊല്ലിടാം. അവൻ ഗ്രീസ് സ്വദേശിക്കാരൻ എന്ന് ചൊല്ലുക. അവൻ യവനൻ, അവൻ എന്നെ ഗ്രീക്ക് എന്ന് എങ്കിൽ പ്രത്യേകം ചൊല്ലിയിരിക്കും. അത് മാത്രമല്ല, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16:1 നമ്മൾ വാസിക്കുമ്പോൾ നമുക്ക് എന്നാ കാണാൻ പറ്റും, പൗലോസിന്റെ രണ്ടാം മിഷണറി അവന് പൗലോസിനോടൊപ്പം പൗലോസ് രണ്ടാം മിഷണറി യാത്രയിൽ പോകുമ്പോൾ ഇവനും കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അവനെ പാക്കാൻ പറ്റും. അത് മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസെ പറ്റി എന്താ ഞാൻ ജനിപ്പിച്ച നിജപുത്രൻ എന്ന് വചനത്തിൽ ചൊല്ലിയിരിക്കും. അത് നമുക്ക് വാസിക്കാൻ പറ്റും. അത് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ 16 അധ്യായം 2-10 വരെ ഉള്ള വാക്യങ്ങൾ വാസിച്ചാൽ നമുക്ക് അങ്ങേ கிடைക്കും. അത് ഞാൻ ഞാൻ പോകുന്നില്ല. നമ്മൾ തിമോത്തിയോസിനെ പറ്റി ഞാൻ ரொம்ப ജാസ്തി ഒന്നുമേ ചൊല്ലാതെ എങ്കിൽ നമ്മുടെ വചനത്തിലേക്ക് നമുക്ക് പോയിടാം. അവന് നിജപുത്രൻ എന്ന് ചൊല്ലിയപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്ന് പൗലോസ് മുഖാന്തരം രക്ഷിക്കപ്പെട്ട പുരുഷനാണ് തിമോത്തിയോസ്. അല്ലെങ്കിൽ വചനം അവനെ പറഞ്ഞു കൊടുത്ത് അവനെ ഒരു മകനെ പോലെ അവന്റെ കൂടെ നടന്ന, അല്ലെങ്കിൽ ഒരു അപ്പ എന്ന മാതിരി അവനെ കാപ്പാത്തുക. അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് തിമോത്തിയോസ്. അവൻ അപ്പ എന്ന് വിളിക്കുന്ന മാതിരി പൗലോസ് അവന് വേണ്ടി അവന്റെ കൂടെ നടന്നു. അല്ലെങ്കിൽ നിജപുത്രൻ, അതായത് എന്റെ സ്വന്തം പുത്രൻ എന്ന് ഇങ്ങനെ ചൊല്ലിടുക. അത്രയ്ക്ക് ബഹുമാനം, അല്ലെങ്കിൽ അത്രയ്ക്ക് കാര്യം ഈ നമ്മൾ ഈ ഫിലിപ്പിയ ലേഖനം നമ്മൾ വാസിക്കുമ്പോൾ നമുക്കൊരു കാര്യം തിരിയും. കാരണം ഈ ഫിലിപ്പിയ ലേഖനം എഴുതിയ പൗലോസ് താൻ. അന്നേരം എന്തുകൊണ്ട് രണ്ടുപേരുടെയും പേര് ഇങ്ങനെ എഴുതിക്ക്, പൗലോസിന് പ്രായമായച്ചേ അവൻ എഴുതാൻ വേണ്ടി തിമോത്തിയോസ് താൻ എഴുതിയത് എന്നാൽ നമ്മൾ വിസാരിക്കപ്പെടുന്നു. അത് നമുക്ക് തിരിയില്ല. പക്ഷേ ഇങ്ങ് അപ്പോസ്തലനായ പൗലോസ് വരെ ഞങ്ങൾ രണ്ടും കൂടെ എഴുതിയിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ആരുതാൻ? ഞങ്ങൾ രണ്ടുപേരും
ദാസന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഞങ്ങൾ അടിമതാൻ, ഞങ്ങൾ രണ്ടുപേരും ദൈവത്തെ പറ്റിയാണ് ചൊല്ലുന്നത്. ആ ദൈവത്തിൻ്റെ വാർത്ത ഞങ്ങൾ ആരോട് ചൊല്ലുന്നത്? അതാണ് നമുക്ക് ആരോട് ചൊല്ലുന്നത്? നമുക്ക് ഇങ്ങനെ 2-3 ആൾക്കാരെ കാണാം. all the saints in Christ Jesus. അതായത് ദൈവമക്കളായ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കുമാണ് എഴുതുന്നത്. ഇങ്ങനെ സെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് അല്ല, അല്ലെങ്കിൽ പ്രത്യേക പൊസിഷൻ അല്ല. ആണ്ടവരായ യേശുക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായി നമ്മൾ സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവനെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമ്മൾ എന്തുവായി തീരും? നമ്മൾ സെയിൻസ് ആയി തീരും. അതായത് വിശ്വാസികൾ എല്ലാവരും ആണ്ടവരുടെ മുമ്പിൽ എന്നതാ, നമ്മളെല്ലാം സെയിൻസ്. ഒരു പക്ഷഭേദമേ ഇല്ല. നമുക്ക് മാറ്റവേ മുടിയാതെ. കാരണം നമ്മൾ എല്ലാം സെയിൻസ്. അന്നേരം ഇങ്ങനെ എഴുതി ആർക്ക് എഴുതിയിരിക്കെ? ഓൾ ദ സെയിൻസ്. അതായത് ആരൊക്കെ വിശ്വാസികളായിരിക്കുന്നോ അവർക്ക് എല്ലാവർക്കും എഴുതിയിരിക്കുക. അത് മറ്റുമല്ല, പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ വാസിക്കുന്നു എന്നതാ, ഈ സെയിൻസ് അല്ലെങ്കിൽ ഈ ദൈവദാസന്മാർ എங்கே ഉള്ളവർ താൻ? ഫിലിപ്പിയില്. അപ്പം അത് നമുക്ക് എല്ലാ ദൈവമക്കൾക്കും ഇത് ബാധകമാണ്. എന്നാൽ ഇത് മെയിനായിട്ട് അല്ലെങ്കിൽ ശരിയായിട്ട് ചൊല്ലിയാൽ ഫിലിപ്പിയിലുള്ള ദൈവമക്കൾക്ക് എഴുതി എന്ന് നമുക്ക് വാസിക്കാം. അത് മാത്രമല്ല, മൂന്നാമത് നമ്മൾ എന്നെ കാണുന്നത് വിത്ത് ദ ബിഷപ്സ്. അതായത് ആ സമയത്തുള്ള ബിഷപ്പ് എന്ന് ചൊല്ലിയാൽ പാസ്റ്റർ എന്ന് വേണേൽ ചൊല്ലിടാം. ഇംഗ്ലീഷിൽ പാസ്റ്റർ എന്ന് ചൊല്ലുന്നതും ബിഷപ്പ് എന്ന് ചൊല്ലുന്നതും രണ്ടും ഒന്ന് തന്നെ. അതായത് ആണ്ടവരുടെ വചനം പറഞ്ഞു കൊടുക്കുന്ന ആളിനെയാണ് പാസ്റ്റർ എന്ന് പറയുന്നത്. അതായത് ആടിനെ മേയ്ക്കുന്നവർ, നമുക്ക് നല്ലപോലെ ആടിനെ മേയ്ക്കുന്നവർ, ആടിനെ അടിക്കുന്നവരല്ല, ആടിനെ മേയ്ക്കുന്നവർ അവർക്ക് വേണ്ടി ആഹാരം കൊടുക്കുന്നവരാണ് പാസ്റ്റർ. അല്ലാതെ നമുക്ക് നല്ലപോലെ പിടിയണം. പലരും പാസ്റ്റർ എന്ന് ചൊല്ലി അവൻ താൻ റൂൾ, അവനെ എല്ലാ കാര്യങ്ങളും അവൻ താൻ ചെയ്യും. അപ്പടിയല്ല. ഇങ്ങ പാസ്റ്റർ എന്ന് ചൊല്ലിയാൽ ആണ്ടോരുടെ വചനം പറഞ്ഞു കൊടുത്ത് ആടുകൾക്ക് വേണ്ടിയ ആഹാരം കൊടുക്കുക. അതായത് നമ്മൾ ആടുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ട് വന്നെങ്കിൽ നമുക്ക് എന്നാ പറയും? ആടുകൾക്ക് എங்கே തീനി ഇരിക്കുമോ അവിടെ എന്നാ കൊണ്ടുപോകണം? ആടുകളുടെ ഇടയൻ കൊണ്ടുപോകണം. എവിടെ തണ്ണിയിരിക്കുക അങ്ങ് ആടിൻ്റെ ഇടയന്മാർ താൻ അവരെ കൊണ്ടുപോകേണ്ടത്. അന്നേരമാണ് അത് പോയി തണ്ണി കുടിക്കുന്നത്. അതായത് തണ്ണിയും പച്ച പുല്ലും കൊടുക്കുന്നത് ആരുതാൻ? അത് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആരുതാൻ? ഇടയൻ. അതുതാൻ നമ്മൾ സങ്കീർത്തനത്തിൽ എന്നാ ചൊല്ലുന്നത്, അല്ലെങ്കിൽ സാംസിൽ നമ്മൾ എന്നാ ചൊല്ലുന്നത്? 1-ാം അധ്യായം 23-ാം അധ്യായത്തിൽ അവ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ നടത്തുന്നു. ആണ്ടവരായ യേശുക്രിസ്തുവിനെ പറ്റി അങ്ങ് ചൊല്ലുന്നത്. ദാവീദ് ചൊല്ലുകയാണ്, എന്നെ ആണ്ടവർ പച്ചയായ പുൽപ്പുറങ്ങളിൽ നടത്തുന്നു. അന്നേരം കൊണ്ടുപോകുന്ന ആരാ? ഇടയൻ താൻ കൊണ്ടുപോകുന്നത്. ഇടയൻ കൊണ്ടുപോകുമ്പോൾ ആടിനെ നിങ്ങൾ ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ പാത്താച്ച ഇല്ല എനിക്ക് தெரியாது. ആട്ടിൻകൂട്ടം ഞാൻ നോർത്ത് ഇന്ത്യയിൽ വസിക്കുമ്പോൾ അത് അങ്ങ് ആടുകളെ കൂട്ടമായി കൊണ്ടുപോയിടും. അന്നേരം അങ്ങേക്കും രണ്ട് ഇടയന്മാരിക്കും, ഒന്ന് മുന്നിലെ ഒന്ന് പുറകിലെ. മുന്നിൽ പോകുന്ന ഇടയൻ്റെ പിന്നാലെ എന്നാ പണും? ഈ ആടുകളെല്ലാം പിന്നാലെ പോയിടും. ഒന്നും ചെയ്യണ്ട. അതുവരെ ഒന്നും ഷാപ്പാതെ റോഡിൽ പോകുന്ന റോഡിൻ്റെ അരുവിൽ കൂടെ എപ്പടി ഇടയൻ പോകുന്നു അതിൻ്റെ പിന്നാലെ പോയിടുക. എന്നിട്ട് ആ ഇടയൻ പച്ചയായ പുൽപ്പുറങ്ങൾ പാക്കുമ്പോൾ, അല്ലെങ്കിൽ പച്ചയായ ഇടം പാക്കുമ്പോൾ ആ ആടിനെ അങ്ങോട്ട് നയിക്കുന്ന അന്നേരം താൻ അത് പോയി എന്നാ തിന്നത്? അത് പുല്ല് തിന്നത്. നേരം ഇടയൻ്റെ വേല എന്നു ചൊല്ലിയാൽ ആടുകൾക്ക് ആഹാരം കൊടുക്കുക, അല്ലെങ്കിൽ വചനം പറഞ്ഞു കൊടുക്കുക. വചനം ഇതിൽ ചില ആടുകൾ എന്നാ പറ്റും അപ്പടിയോ ഇപ്പടിയോ പോകുന്നെങ്കിൽ പിന്നാടി വരുന്ന ഇടയൻ എന്നാ பண்ணுவீங்க? അവരെ പക്കത്തിൽ പെരിയ ഒരു കുറ്റി ഇരിക്കെ, ആ പെരിയ കുറ്റി കൊണ്ട് അപ്പടി ചൊല്ലി അതിനെ പക്കത്തിലെ കൂട്ടി വിടും.
കാരണം അത് പോവാതിരിക്കാൻ വേണ്ടി. അന്നേരം ഇടയൻ്റെ വേല എന്നതാ അവർ തെറ്റായ വഴി പോവാതെ ദൈവത്തിൻ്റെ വചനം അവർക്ക് പഠിപ്പിച്ചു. നമ്മൾ ചില സഭകളിൽ നമുക്ക് പാക്കാൻ പറ്റും. ഇടയൻ അവൻ താൻ ഭരണം ഫലം അവൻ ചെല്ലുന്ന മാതിരി താൻ ചെയ്യണം. അപ്പടിയല്ല. അത് തെറ്റായ പഠിപ്പിക്കാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടയൻ്റെ വേല എന്നതാ വചനം പറഞ്ഞു കൊടുക്കുന്നവനാണ് ഇടയൻ. അവന് പക്ഷേ ആഹാരം അത് നമ്മൾ ആഹാരം എന്ന് ചൊല്ലിയാൽ മന്ന ആര് കൊടുക്കുന്നത്? ആണ്ടവർ താൻ കൊടുക്കുന്നത്. മന്ന കൊടുക്കുന്ന ആര്? ആണ്ടവർ. തണ്ണി കൊടുക്കുന്നത് ആണ്ടവരായ യേശുക്രിസ്തു താൻ തണ്ണീരായിട്ട്, അതായത് പാറയിൽ നിന്നും തണ്ണി വന്നു. അത് ആണ്ടവരായ യേശുക്രിസ്തു ആണെന്ന് ആണ്ടവരുടെ അത് ആ പാറയിൽ നിന്നും വരുന്ന തണ്ണി വേണം അവർക്ക് കൊടുക്കാൻ. അന്നേരം ആ പാറയാരാ? ആണ്ടവരായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ വചനവും യേശുക്രിസ്തുവിൽ മുഖാന്തരമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട ആര് താൻ? അത് ഇടയൻ്റെ വേല താൻ. ആ ഇടയൻ അത് മറ്റുമല്ല, ആ ഇടയൻ ചെയ്യുന്ന എന്നാ കാര്യമാണെന്ന് തിരിയുമോ? ഇടയൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് നല്ലപോലെ ശാപ്പിട്ട് കഴിയുമ്പോൾ അതിൻ്റെ വയറ് നിറഞ്ഞിടുമ്പോൾ എന്നെ പറ്റും അതിനെ ഒരു ഇടത്ത് കൊണ്ടുപോയി അങ്ങ് പോയി കിടത്തിടും. അവൻ അത് കിടക്കുമ്പം താൻ അത് പിന്നെ അത് അപ്പടിയേ ശാപ്പിട്ട് അത് ഇരിക്കും. അന്നേരം നമ്മൾ പഠിക്കുമ്പോൾ ആടിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കിടക്കും. അതേമാതിരി താൻ നമ്മൾ വചനം നമ്മൾ പഠിച്ച് ഇടയൻ നമുക്ക് ആഹാരം നമുക്ക് ഫുഡ് തന്നു, ശാപ്പാട് തന്നു, അത് കഴിഞ്ഞ് തണ്ണി തന്നു. എന്നിട്ട് അത് നമ്മൾ ചവച്ച് അരച്ച് അത് ഉള്ളിലാക്കണം. അതായത് വചനത്തെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വേണം നമുക്ക് വചനത്തിൽ നമുക്ക് ജ്ഞാനം പ്രാപിക്കേണ്ട. അവൻ വചനം പറഞ്ഞു തരും. അവരുടെ കടമത്താൻ വചനം പറഞ്ഞു തരും. പക്ഷേ അത് പഠിച്ച് മനസ്സിലാക്കേണ്ട ചുമതല ആരുടെ ചുമതല? ആടുകളുടെ ചുമതല. നമ്മൾ ആടുകളുടെ ചുമതല എന്നതാ അത് കിട്ടിയ ആഹാരം ചവച്ച് തിന്നണം. അതുകൊണ്ട് താൻ ഇസ്രായേൽ മക്കളോട് ആണ്ടവർ കൽപ്പിച്ച് ഇന്ന മൃഗം നമുക്ക് സാപ്പിടാം, ഇന്ന മൃഗം സാപ്പിടാൻ പറ്റത്തില്ല. അതായത് ചവയ്ക്കുന്ന, അതായത് രണ്ടാമത് അതിന് എനിക്ക് തമിഴിൽ അതായത് അത് സാപ്പിടുന്ന, അല്ലെങ്കിൽ അവൻ തിന്നതെല്ലാമേ വായി കൊണ്ടുവന്ന് അത് ചവച്ച് അരച്ച് അത് സാപ്പിടും. அப்படி சாப்பிடும்போல் அவருக்கு பலம் கிடைக்கும். നമുക്ക് ബലം கிடைக்கணும். என்ன வேணும்? ആണ്ടവരുടെ സാപ്പാട് നമ്മൾ സാപ്പിടണം. എന്നിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒന്ന് കണ്ട്, ഒന്ന് ഫിലിപ്പിയ അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാരും, രണ്ടുപേര്, അതായത് നമ്മൾ നേരത്തെ വാസിച്ച പോലെ ഞാൻ പറഞ്ഞ പോലെ ആടുകൾക്ക് മുമ്പിലൊരിടെ ഇരിക്കുക, പിമ്പിലൊരിടെ ഇരിക്കുക. അതേപോലെ ഇവിടെ രണ്ടുപേരെ പറ്റി ചൊല്ലിക്ക്, അധ്യക്ഷനും ശുശ്രൂഷകനും രണ്ടുപേരും എന്നാ പണ്ടുക? ആളുകളെ കൊണ്ടു നടക്കുക. അവരെ കൊണ്ടു നടന്ന് അവർക്ക് വേണ്ടിയ ആഹാരം കൊടുത്ത്, അവർക്ക് തണ്ണി കൊടുത്ത്, അവർക്ക് എവിടെ റെസ്റ്റ് വേണമോ അവിടെ റെസ്റ്റ് കൊടുത്ത് അവരെ കാപ്പാക്കുക. അത് താൻ ആടുകളുടെ ചുമതല. അതിനിടയ്ക്ക് ആടുകളെ നമുക്ക് തെറ്റിക്കാൻ നമുക്ക് പാടില്ല. ഒരു ആട്ടും കൂട്ടം ഉണ്ടെങ്കിൽ അതിൽ വേറൊരു ആട് വന്ന് ചേരാതെ, ഒരു സഭയിൽ അതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ സഭയെ പരിപാലിക്കുന്ന കാര്യം ആടുതാൻ അത് ഇടയന്മാർ താൻ. ആ ഇടയന്മാർ ഇங்கே അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുന്ന ഇതിനകത്ത് പല കാര്യങ്ങളിലേക്ക് അതിൽ എനിക്ക് വർണ്ണിക്കാൻ ചൊല്ലുവാൻ എനിക്ക് സമയം கிடைக்காது. ഞാൻ വെച്ചിടുവാൻ ഞാൻ എന്നാ சொல்லுது, നമുക്ക് നമ്മുടെ സമയം മുടിഞ്ഞാച്ച്. ആണ്ടവർ പൗലോസിനെ പറ്റി തിമോത്തിയസിനെ പറ്റി ചൊല്ലിയാച്ച്. ഇവർ രണ്ട് ഇടയന്മാർ താൻ. അവർ രണ്ടുപേരും ദൈവദാസന്മാർ താൻ എന്ന പ്രത്യേകം എഴുതിയിരിക്കുക. അവർക്ക് അവർ നമുക്ക് നൽകിയിരിക്കുന്ന വചനത്തിന്, അല്ലെങ്കിൽ അവൻ നമുക്ക് നൽകിയിരിക്കുന്ന മന്ന, അതായത് ആണ്ടോടെ വചനം നമുക്ക് തന്നിരിക്കുക. അത് നമുക്ക് ശാപ്പിട്ട് നമുക്ക് രണ്ടാമത് റീസ്റ്റാപ്പിട്ട് നമുക്ക് ബലം പ്രാപിക്കാം. ആണ്ടോടെ നാം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.